ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബേബി റൊമാൻറ്റിക്കാണിത്. ഗാർഡനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, മഴക്കാലം കഴിഞ്ഞ് കാടൊക്കെ വെട്ടി തെളിച്ചു, കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നഷ്ടങ്ങളുടെ കണക്കെടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ബേബി റൊമാൻറ്റിക്ക ഞാൻ നിലത്തും വളർത്തുന്നുണ്ട്, ചട്ടിയിലും വളർത്തുന്നുണ്ട്. അതിൽ ചട്ടിയിൽ വളർത്തുന്നതിൽ പിടിച്ചു കിടക്കുന്ന പൂക്കളാണിത്. ചെടി വളരെ ദുർബലമാണെങ്കിലും പൂക്കൾക്ക് ഒരു കുറവുമില്ല. ഇതിന് യാതൊരുവിധ പരിചരണവും ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. മഴയായിരുന്നു, അത് കഴിഞ്ഞ് എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഈ പൂക്കൾ ഇങ്ങനെ പിടിച്ചത്. നല്ല വലിപ്പവും ഉണ്ട്, നല്ല മണവും ഉണ്ട്. കണ്ടോ, അത് മുകളിലേക്ക് പിടിച്ചു വെച്ച് കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം കെട്ടിയ ഒരൊറ്റ കെട്ടിന്റെ പുറത്താണ് നിൽക്കുന്നത്. റോസ് നമുക്ക് കൊക്കോപീറ്റിലും വളർത്താം, മണ്ണിലും വളർത്താം, അത് തന്നെ പല കോമ്പിനേഷൻസിലും വളർത്താം. അപ്പോൾ നമ്മളുടെ സമയം, സൗകര്യം, നമ്മളുടെ ഇഷ്ടം ഇതെല്ലാം അനുസരിച്ചിട്ടും നമ്മളുടെ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടുമാണ് പോട്ടി മിക്സ് ചെയ്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത് കൊക്കോപീറ്റിൽ മാത്രമായിട്ട് വളർത്തുന്നതാണ്. എന്നിട്ടും പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങളും ഇല്ലാതെ മികച്ച പൂക്കൾ തരുന്നുണ്ട്. ഇത് മാത്രമല്ല, കൊക്കോപീറ്റിൽ വളർത്തുന്ന മറ്റു ചെടികളും മറ്റു റോസുകളും എനിക്ക് നല്ല പൂക്കൾ തരാറുണ്ട്. ഇങ്ങനെ റോസ് വളർത്താൻ വളരെ എളുപ്പമാണ്. അതിനെപ്പറ്റിയും കൊക്കോപീറ്റ് എങ്ങനെ റോസിന് വേണ്ടി തയ്യാറാക്കണമെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.